ആനന്ദഗീതങ്ങൾ കേൾക്കുന്ന വാനിൽ നമ്മൾ ഈ ഷൂട്ടിങ്ങിന്റെ 300-400 പേരെയും കൊണ്ടുള്ള യാത്രയാണ് ഓരോ ദിവസവും. അതിനിടയ്ക്ക് നമ്മൾ പോയി രചിച്ചാലൊന്നും അതത്ര ശരിയാവുന്നൊന്നും നമ്മുടെ മനസ്സിലില്ല. ഞാനൊരു സത്യം പറഞ്ഞ 2 മണിക്കൂർ അതിനു വേണ്ടി മെനക്കെട്ടതേ ഉള്ളൂ. ജനം ഏറ്റെടുക്കുന്ന ഒരു ലിറിക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ സ്വർഗം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഇനി എന്തോരം മനുഷ്യരുടെ പണിയുമല്ല, അങ്ങനെ എന്തോരം മനുഷ്യരുടെ അധ്വാനം. ഒരു സിനിമയും 1 മിനിറ്റും കൊണ്ട് ഒരു ബന്ധമില്ലാത്തവർ വന്നിരുന്ന് അതിനെ കീറി മുറിച്ച് എന്നാൽ ഇതങ്ങ് തീർത്തിട്ടുള്ളതും കൊണ്ട് എഴുതിയൊക്കെ അയക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഉപജീവന മാർഗവും സ്വപ്നങ്ങളും എല്ലാം ഇവർ നടക്കുന്നത്. ഗ്യാരണ്ടി ഇല്ലാത്ത ലോകത്ത് നിൽക്കുന്നു സിനിമ എന്ന് പറയുന്നത്. ഷൂട്ടിങ്ങിനിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായാലോ അല്ലെങ്കിൽ ഒരു അസുഖം വന്നാലോ ഒക്കെ ബാധിക്കുന്നത് പ്രൊഡ്യൂസറെയാണ്. പലരും ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇറങ്ങാത്തതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ തലഭാരം ഓർത്തിട്ട് തന്നെയായിരിക്കും. ഏറ്റവും നല്ല ഗാനമാണ് എങ്കിൽ പോലും അതിൻ്റെ ലിറിക്കിന് അർത്ഥമില്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അത് ബഹളം വെച്ച് തീരും. കൂടി വന്ന 1 മാസം കൊണ്ട് അത് തീരും. എന്നാൽ ഇന്നും നമ്മൾ മംഗളം നേരുന്നു ഞാൻ എൻ്റെ അപ്പൻ്റെ കാലഘട്ടത്തിൻ്റെ പാട്ടാ എങ്കിലും എന്നോട് ഇപ്പോൾ ചോദിക്കാമെങ്കിൽ ലിറിക്ക് മുഴുവൻ ഞാൻ കാണാപ്പാടം പറയാം. ഇന്ന് ഒരാളെ ഇഷ്ടമല്ല, നീ എന്നോട് ഇഷ്ടമാണോ, നീ എന്നെ കല്യാണം കഴിക്കുമോ, അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരാവോ, നീ എൻ്റെ കൂടെ കൂട്ടുകൂടാവോ എന്ന് ചോദിക്കുമ്പം ഇല്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്ന സെക്കൻഡ് ആസിഡ് എടുത്ത് ഒഴിക്കുന്നിടത്താണ് നിൽക്കുന്നത്. നമസ്കാരം, മേഘദൂത് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു വിശിഷ്ട അതിഥി നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. അത് ആരാണെന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു പരിചയപ്പെടുത്തൽ നടത്താം. ഇന്നിപ്പം ആഘോഷം എന്നൊരു സിനിമ ഈ നമ്മുടെ ക്രിസ്മസ് കാലത്ത് ഇറങ്ങിയിട്ട് അത് നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്മസ് ഗാനമൊക്കെ ഉണ്ട്. ആ പടത്തിൻ്റെ പ്രൊഡ്യൂസറും ആ ഗാനത്തിൻ്റെ രചയിതാവാണ് നമ്മുടെ കൂടെ ഇന്ന് സ്റ്റുഡിയോയിൽ നമ്മുടെ ഗസ്റ്റായിട്ടുള്ളത്. ഡോക്ടർ ലിസി ഫെർണാണ്ടസ് മാഡത്തിനെ നമുക്ക് ക്ഷണിക്കാം. മാഡം, എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്, ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു. ആ പടം പ്രൊഡ്യൂസ് ചെയ്തത് ഇത് ആദ്യത്തെ അല്ല, മാഡം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന 2ാമത്തെ പടമാണെന്നാണ് എൻ്റെ അറിവ്. സ്വർഗം പടം അല്ലേ? സ്വർഗം സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അത് വിജയകരമായി തിയേറ്ററിലെത്തിച്ച് മോശമല്ലാത്ത രീതിയിൽ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തു പോയ നല്ലൊരു ഫാമിലി പടമായിരുന്നു സ്വർഗം. സ്വർഗത്തിന് ശേഷം ഇങ്ങനെ ഒരു അറ്റംപ്റ്റിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യങ്ങളൊന്ന് പറയാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും പറയാം. നമ്മളൊരു സിനിമാ മേഖലയല്ല, ഞങ്ങളുടെ ഒരു കലാരംഗത്തിനോട് ഇഷ്ടമുണ്ട്. ഞങ്ങൾ പ്രവാസികളായ ഒരു 15 പേരായിരുന്നു. അന്ന് ഞങ്ങളൊന്ന് ചേർന്ന് സ്ഥാപിച്ച കമ്പനിയാണ് CN ഗ്ലോബൽ മൂവീസ്. അപ്പോൾ സിനിമ നെറ്റ്വർക്കിംഗ് കമ്പനി എന്നുള്ളതാണത്. അപ്പോൾ ലോകത്തിൻ്റെ പല സ്ഥലത്തിരിക്കുന്ന കലയോട് ഇഷ്ടമുള്ളവർ, ഞങ്ങളോടുള്ള ബന്ധങ്ങൾ, കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് നമുക്കൊരു നല്ല സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഒരു കുടുംബചിത്രം, ഞങ്ങളുടെ അറിവ് ഞങ്ങളുടെ ബന്ധങ്ങളെയൊക്കെ വെച്ചാണ് ഞങ്ങൾ ചെയ്തത്. സ്വർഗം എന്ന സിനിമ അത് ചെയ്ത്, പക്ഷേ അതിൻ്റെ ഇറങ്ങിക്കഴിയുമ്പോഴാണല്ലോ ഇതിൻ്റെ റിസ്ക്കുകൾ അറിയുക. അപ്പോൾ ഏറ്റവും വലിയ പ്രതികൂലം എന്ന് പറയുക ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി നമ്മളും അനുഭവിക്കണം. കാരണം അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്ത ലോകത്ത് നിൽക്കുന്നു സിനിമ എന്ന് പറയുന്നത്. രണ്ടാമത്, ഇതിനിടയ്ക്ക് ഈ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായാലോ അല്ലെങ്കിൽ ഒരു അസുഖം വന്നാലോ ഒക്കെ ബാധിക്കുന്നത് പ്രൊഡ്യൂസറെയാണ്, അല്ലെ ആ സിനിമയെ ബാധിക്കും. അതെ, അപ്പോൾ അതിൻ്റെ എല്ലാ ഭാരമാണ് നമ്മുടെ തലയ്ക്ക്. പ്രൊഡ്യൂസിങ് എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ എനിക്ക് തോന്നുന്നു പലരും ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇറങ്ങാത്തതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ തലഭാരം ഓർത്തിട്ട് തന്നെയായിരിക്കും. പൈസ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇവിടെ ആഴ്ച സിനിമ ഇറക്കാൻ പൈസയുള്ളവർ ഇവിടെ ഉണ്ട്. എന്തായിരിക്കും ഇവർ ഇറങ്ങാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെൻഷന്, അതിൻ്റെ ഓവർ സ്ട്രെയിനുകൾ, പിന്നെ റിസ്ക്കുകൾ, ഇതെല്ലാം ഓർത്തിട്ടാകാം. പക്ഷേ എന്നാലും നല്ല സിനിമകൾ ഇവിടെ ഇറങ്ങണം. അല്ലെങ്കിൽ നമ്മൾ മറ്റു ഭാഷകളുടെ മാത്രം സിനിമകളുടെ കേന്ദ്രമായി കേരളം മാറുമല്ലോ. അതല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുക. കേരളത്തിൽ അതിൻ്റെ തനിമയുണ്ട്, അതിൻ്റെ പശ്ചാത്തലമുണ്ട്, അതിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, അതിൻ്റെ സാംസ്കാരിക പൈതൃകമുണ്ട്, കേരളത്തിൻ്റെതായ പ്രത്യേകത തന്നെയുണ്ട്. അത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കണ്ടുപഠിച്ച സത്യനന്ദിക്കാട് സാറിൻ്റെയോ അല്ലെങ്കിൽ പ്രിയദർശൻ്റെയോ അങ്ങനെ നമ്മൾ പാട്ടുകളാണെങ്കിലും ശ്രീകുമാരൻ തമ്പി സാറിൻ്റെയോ അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തിയുടെയോ അല്ലെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരി, ഇങ്ങനെ നമ്മുടെ യാത്രകളിൽ നമ്മളെല്ലാം ഓർക്കുന്ന പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അവിടെ നമുക്കും കലാരംഗത്ത് എന്തെങ്കിലും ചെയ്യാം എന്ന് കരുതി ഇറങ്ങിയ സുഹൃത്തുക്കളായ 15 പേരുടെ പടമായിരുന്നു സ്വർഗം. ഓക്കെ, ആ ടീം ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്തു. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ റിസ്ക്കുകളും എടുത്ത് എല്ലാം കഴിഞ്ഞ് തിയേറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ ജനം എങ്ങനെ സ്വീകരിക്കുന്നു, പിന്നെ ജനത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട്, കഥ വേണമെന്നൊന്നുമല്ല. ഇപ്പോൾ ഒരു പ്രത്യേക സൈസിലുള്ള പടങ്ങളൊക്കെ കൂടുതൽ ഓടിക്കേൾക്കുന്നത് നമ്മൾ. അപ്പോൾ അതിന് പല കാരണങ്ങളും കാണാം, പിള്ളേരുടെ അഭിരുചിമാർ ഇതൊക്കെ ആകാം. അപ്പോൾ നമ്മളേതൊക്കെയാലും ഒരു വലിയ ബ്രൂട്ടൽ മീൻസ് കൊലപാതകത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്തുനിന്ന് അങ്ങനെ വന്നാലാണ് അത് കയറിപ്പോകുന്നത്. പക്ഷെ നമ്മുടെ ഉദ്ദേശം അതല്ല. നമുക്കൊരു സാധാരണ
കാണുന്ന പടം, ഫാമിലി കാണുന്ന പടം എന്നാ. അപ്പോൾ യുവജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ അത് ബുദ്ധിമുട്ടാണ്. അവർക്ക് ഭയങ്കര ഒന്ന് ത്രില്ലർ, അല്ലെങ്കിൽ അവർക്ക് മേക്കിംഗ് ഭയങ്കര ഹൈ ആയിട്ട് തോന്നണം, അങ്ങനെയൊക്കെയുള്ള അവരെ കുറച്ച് ഒരു പരിധി വരെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സ്വർഗം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഞാനത് ഒരു വർഷത്തെ എൻ്റെ ഇങ്ങനെ ഓട്ടമായിരുന്നു, 15 പേരുടെ അധ്വാനത്തിൻ്റെ പൈസയും പിന്നെ എന്തോരം മനുഷ്യരുടെ പണിയുമല്ല, അങ്ങനെ എന്തോരം മനുഷ്യരുടെ അധ്വാനം. ഒരു സിനിമയും ഒരു മിനിറ്റും കൊണ്ട് ഒരു ബന്ധമില്ലാത്തവർ വന്നിരുന്ന് അതിനെ കീറി മുറിച്ച് ഇല്ലാത്തത് എഴുതി, ഒരു ബന്ധവും കാണിയില്ല, എന്നാൽ ഇതങ്ങ് തീർത്തിട്ടുള്ളതെന്നും കൊണ്ട് എഴുതിയൊക്കെ അയക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഉപജീവന മാർഗവും സ്വപ്നങ്ങളും എല്ലാം ഇവർ നടക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലായത് ഇത് ഇച്ചിരി സ്ട്രഗിളാണ്, നമ്മളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. പക്ഷേ പിന്നീട് ആൾക്കാർ പറഞ്ഞ ആദ്യത്തെ സിനിമയ്ക്ക് നമുക്ക് 3-4 അവാർഡൊക്കെ കിട്ടി. നല്ല സന്ദേശത്തിനുള്ള അവാർഡ്, ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ക്യാമറാമാന് കിട്ടി, അതുപോലെ തന്നെ കഥയ്ക്ക് കിട്ടി, പിന്നെ നമുക്ക് ബിജിബാൽ സാറിന് മ്യൂസിക്കിന് കിട്ടി, ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്. അങ്ങനെ ഒത്തിരിയേറെ നമ്മളെ സമൂഹവും അതോടൊപ്പം തന്നെ ഈ ഭരണ സംവിധാനങ്ങളോ അല്ലെങ്കിൽ സിനിമാ മേഖലയൊക്കെ പരിഗണിച്ചു. നമ്മുടെ കൊച്ചു പടത്തെ ജനങ്ങൾ അതിനകത്തെ പാട്ട്, അതിനകത്ത് നല്ല പാട്ടുകളുണ്ടായിരുന്നു. ഒരു കപ്പപ്പാട്ട് പാട്ടും അതുപോലെ തന്നെ സ്നേഹചൈതന്യം എന്നുള്ള നല്ലൊരു ഡിവോഷണൽ സോങ്, അതൊക്കെ അത് തന്നെ ഓൾ വേൾഡ് അതൊക്കെ ഏറ്റെടുത്ത് പാടുകയും ആ സിനിമയെ ഇന്നും മനോരമ മാക്സിലൊക്കെ ആൾക്കാർ കാണുന്നതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ അധ്വാനിച്ചതിന് എവിടെയാണെങ്കിലും ഒരു മുതലുണ്ടല്ലോ, ഒരു ഫലം കിട്ടിയല്ലോ. നമ്മൾ മരിച്ചാലും നമ്മുടെ മക്കൾ മരിച്ചാലും ഒക്കെ ഈ സിനിമ ഇവിടെ കിടക്കും. അപ്പം കുറച്ച് പേര് 10% പേര് കുറ്റം പറയാൻ കാണുമെങ്കിലും 90% ഏറ്റെടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് വീണ്ടും അധ്വാനിക്കാൻ ഒരു പ്രചോദനം വരികയാണ്. അങ്ങനെയാണ് ആഘോഷം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാകുന്നത്. ആഘോഷം വന്നപ്പോൾ ആദ്യത്തെ ആൾക്കാരെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. അതോടൊപ്പം പ്രൊഡ്യൂസേഴ്സായിട്ട് നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത, പ്രൊഡ്യൂസർമാർ പുതിയതായിട്ട് ചേർക്കപ്പെടും, പക്ഷേ കമ്പനി നമ്മുടെ CN ഗ്ലോബൽ തന്നെയാണ്. അതെ. അപ്പോൾ അങ്ങനെ പ്രിൻസ് സാറ് ഓസ്ട്രിയ എന്നുള്ള അദ്ദേഹം ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങുന്നതാണ് അദ്ദേഹം. പക്ഷേ കലയോട് ഭയങ്കര ഇഷ്ടമുണ്ട്. പണ്ട് എന്നോ അദ്ദേഹം ഒരു പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്, സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുകയും കുറച്ച് പൈസയൊക്കെ മുടക്കുകയും ചെയ്തു. പക്ഷെ അതൊന്നും ലെവലായില്ല. എനിക്കൊന്നൊരു കലാകാരൻ അദ്ദേഹത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടമാണ്, ചെറിയതാണെങ്കിലും ഒരു കുഞ്ഞു റോളൊക്കെ വന്ന് ചെയ്യുകയൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഓസ്ട്രിയ എന്നൊക്കെ വന്ന്. അപ്പം അതോടൊപ്പം ഡോക്ടർ ദേവ്സി കുര്യൻ, അദ്ദേഹവും കലയോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായ ജെസ്സി, അതുപോലെ ആനി ചേച്ചി ദുബൈയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, പിന്നെ ബൈജു സാർ എന്ന് പറഞ്ഞ ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ, പിന്നെ ജോഡി മോൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് UK നിന്ന്, അങ്ങനെ റോണി കഴിഞ്ഞ പ്രാവശ്യത്തെയും പ്രൊഡ്യൂസറാണ് റോണി ജോസ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക. അങ്ങനെ ഞങ്ങളൊരു 3-4 പേര് കൂടിയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ പലരുടെയും പ്രയത്നമാണ്. അതിലെ പ്രധാനപ്പെട്ട പ്രൊഡ്യൂസർ പ്രിൻസ് സാറാണ് എന്നുള്ളതാണ്. എന്തായാലും അതിനൊരു ഫലം കണ്ടിട്ടുണ്ട്, പടം തിയേറ്ററിൽ ഓടുന്നുണ്ട്. അതെ, ഫലം കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സിനിമയെല്ലാം കീറി മുറിക്കുന്നവരെന്തെങ്കിലും പറയുമായിരിക്കും. പക്ഷെ 90% അല്ലെ 95% നല്ലൊരു സിനിമയാണ് എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടുന്ന ഫലം. അതിനപ്പുറത്തേക്ക് ഒരു സാമ്പത്തിക ലാഭമൊന്നും ഉണ്ടാകുന്നൊന്നും ഉപായത്തിലുള്ള ചെറിയ സിനിമകൾക്ക് ഇപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അല്ലെ അതുപോലെ ഗിമിക്കും അതുപോലെ ഏറ്റെടുക്കണം ജനം, എന്നാൽ മാത്രമേ ഉള്ളൂ ഒരു വലിയ സാമ്പത്തികമായ ഭദ്രതയൊക്കെ ഉണ്ടാവും. ബട്ട് ഒരു ആവറേജ് ലെവലിൽ പോയാൽ നമുക്ക് പിന്നെയും നല്ല കലാസൃഷ്ടികൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനവും കൂടെയാണ് എന്നുള്ളതാണ് ആഘോഷം സിനിമയെ പറ്റി പറയാനുള്ളത്. പക്ഷേ സിനിമയെ പറ്റി പറയുന്ന കൂടെ തന്നെ അതിൻ്റെ ഗാനത്തെ പറ്റി നമ്മളൊന്ന് പറയുക. കാരണം ഇത് ക്രിസ്മസ് കരോൾ ഗാനം എനിക്ക് തോന്നുന്നത് കുറേ റീലുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. 500 മുകളിൽ അത്രയും ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അത്രയും റീലുകൾ ഇറങ്ങുന്ന ഒരു ഗാനമാണ് മാഡം സ്വന്തമായി രചിക്കുമായിരുന്നു അല്ലേ? ഗാനരചയിതാവും കൂടിയാണ്. അപ്പം ആ ഒരു പാട്ട് എനിക്ക് തോന്നുന്നത് അതിൻ്റെ തുടക്കം തന്നെ ബേത്ലഹേമിലെ തൂമഞ്ഞ ആനന്ദഗീതങ്ങൾ കേൾക്കുന്ന വാനിൽ, ബേത്ലഹേമിലെ തൂമഞ്ഞ രാത്രിയിൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ അതിമനോഹരമായ ഗാനത്തിന്റെ അതിന്റെ ഒരു ഉൽപ്പത്തിയെ പറ്റി ഒരു വാക്കൊന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക്. രസകരമായ ഉൽപ്പത്തിയാണ്. ഞങ്ങളുടെ ഈ പ്രദേശത്തെ പള്ളിയിലെ പാട്ടുകാരൊക്കെയാണ് വല്യപ്പൻ്റെ അനിയന്മാർ തുടങ്ങി ഞങ്ങൾ പാരമ്പര്യമായിട്ട് കുറച്ചേറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഞാനും ഒത്തിരി പാട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടി ഇപ്പം 2ാമത്തെ പാട്ടാന്നേ ഉള്ളൂ. ആദ്യത്തെ പടത്തിലെ സ്നേഹചൈതന്യം, ഇപ്പോഴത്തെ ബെത്ലഹേമിലെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹരിനാരായൺ സാറാണ് നമ്മുടെ ലഹരിക്കെതിരെയുള്ള പാട്ട് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ എഴുതിക്കാമെന്നൊക്കെ ആണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ഈ ഷൂട്ടിങ്ങിൻ്റെ 300-400 പേരെയും കൊണ്ടുള്ള യാത്രയാണ് ഓരോ ദിവസവും ഷൂട്ടിങ്. അതിനിടയ്ക്ക് നമ്മൾ പോയി രചിച്ചാലൊന്നും അതത്ര ശരിയാകുമെന്നൊന്നും നമ്മുടെ മനസ്സിലില്ല. അപ്പോൾ എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു, ഡിവോഷൻ സോങ് ആണല്ലോ, അപ്പം ഈസി ആയിട്ട് ലിറിക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഏകദേശം 10-800ഓളം പാട്ടുകൾ ഞാൻ ലിറിക്ക് ട്യൂണും ഒക്കെ ആയിട്ട് പല രീതിയിൽ എൻ്റെ പേരിലും അല്ലാതെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ സ്ട്രഗിളൊന്നുമല്ല, എനിക്ക് ഒരു വിഷയം കിട്ടാൻ എഴുതാം. അപ്പോൾ എൻ്റെ കൂട്ടുകാരികൾ തന്നെ ഇപ്പോൾ ഇതിനകത്ത് പ്രൊഡ്യൂസർ ചെയ്യുന്നവരൊക്കെ എൻ്റെ കൂട്ടുകാരാണ്. അവർ പറഞ്ഞു ആ പാട്ടെങ്കിലും ലിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഓടുന്നതിൻ്റെ ഇടയ്ക്കും ഈ ടെൻഷൻ്റെ ഇടയ്ക്കും
ടെൻഷനുണ്ട്. മഴ നമ്മൾ ക്യാമറ എല്ലാം കൊണ്ട് വെക്കുമ്പോൾ അവിടെ മഴ പെയ്യും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ക്യാമറയും ഇറക്കി അടുത്തടുത്തോട്ട് പോകും. അപ്പോൾ നമ്മൾ ഓടുന്ന ഒരു വിഷമം അപ്പോഴത്തേനും നമ്മളെ തന്നെ ഓർക്കും, ഈ 50,000 രൂപ നഷ്ടപ്പെട്ടല്ലോ, 1,00,000 രൂപ പോയല്ലോ, നമ്മൾ അധ്വാനിച്ച പൈസയല്ലേ. അപ്പോൾ അത് ഓരോ രൂപയ്ക്കും വിലയുണ്ട്. എൻ്റെ ദൈവമേ, ഇന്ന് ഷൂട്ടിങ് മുടങ്ങിയ 2 പോകില്ലോ എന്നൊക്കെ ചിന്തിച്ചാൽ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ലിറിക്കിന് വേണ്ടി ആഗ്രഹിക്കുകയും ഇവരെല്ലാം പറയുകയും ചെയ്തപ്പോൾ ഞാനൊരു സത്യം പറഞ്ഞ 2 മണിക്കൂർ അതിനു വേണ്ടി മെനക്കെട്ടതേ ഉള്ളൂ. 2 മണിക്കൂർ അതിനു വേണ്ടി ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. നല്ലൊരു ലിറിക്ക്, ജനം ഏറ്റെടുക്കുന്ന ഒരു ലിറിക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതെ അതെ അതെ, അത് ഒരുപാട് വൈറലായി ആ പാട്ട്. അതായത് അതിനകത്ത് ഇച്ചിരി ഹിസ്റ്ററിയൊക്കെ ഉണ്ടെന്നേ, അത് വെറുതെ ഒരു ലിറിക്കൊന്നും. ബെത്ലഹേമിലെ തൂമഞ്ഞ് രാത്രിയിൽ ആനന്ദ ഗീതങ്ങൾ കേൾക്കുന്നു വാനിൽ, ധനുമാസക്കുളിരിൻ പൊൻപ്രഭയിൽ എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അടുത്ത കോറസ് പോലെ വരുമ്പം കാലങ്ങളായിരം കാത്തൊരു പൈതൽ, പാരിൻ്റെ പാപങ്ങൾ നീക്കിടും പൈതൽ എന്നാണ് നമ്മൾ എഴുതിയ ലിറിക്ക്. സന്ദേശം ഉൾക്കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒത്തിരിയേറെ കാലങ്ങൾ കാത്തിരുന്ന ക്രിസ്തുവിൻ്റെ ജനനത്തെ ഓർക്കാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ആ പാട്ട്. പിന്നെ അതിന് നല്ലൊരു മ്യൂസിക്കും ഒക്കെ വന്നപ്പോൾ നമ്മളത് എന്താ പറയുക, അതിനത് ലോകം മുഴുവൻ ഏറ്റെടുത്തു. സത്യത്തിൽ ക്രിസ്മസ് ഈ പ്രാവശ്യം നമ്മുടെ പാട്ടായിരുന്നു. ലോകം മുഴുവനും, അത് ഒരിടത്തല്ല, ലോകം മുഴുവനും. അത് സന്തോഷമുണ്ട്. അത് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ അതിൽ ഗാനങ്ങൾ പാടിയിരിക്കുന്ന എനിക്ക് തോന്നുന്ന പ്രഗത്ഭരായ ആൾക്കാർ തന്നെ, ശ്രീ MG ശ്രീകുമാർ, വിനീത് ശ്രീനിവാസനുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നത് മ്യൂസിക് ഡയറക്ടർ പുതിയ ഒരാൾക്ക് അവസരം മേഡം കൊടുത്തിട്ടുണ്ട്. ഗൗതം വിൻസെന്റ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറെ അവതരിപ്പിച്ചു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. സ്റ്റീഫൻ ദേവസിയുടെ പാട്ട്, സ്റ്റീഫൻ ദേവസിയുടെ പാട്ടുണ്ട്. എന്തായാലും ഗാനങ്ങൾ ലോകം ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയെ ഏറ്റെടുക്കട്ടെ. ഇനിയിപ്പോൾ ഓവർസീസ് ഉടനെ റിലീസൊക്കെ ആവും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ഒത്തിരി ഉണ്ട്. അവർക്കറിയാം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്, അത് നമ്മുടെ അധ്വാനം എന്നാന്നൊക്കെ നമ്മളോട് ബന്ധമുള്ള എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അവർക്ക് ഈ ഓവർസീസിലേക്ക് ചെല്ലുമ്പോൾ അവർ എല്ലാവരും ഏറ്റെടുക്കട്ടെ സിനിമ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതായത് ഞാൻ പറയട്ടെ, നമ്മുടെ സിനിമ പോലും ചിലപ്പോൾ പേര് മറന്നു പോകാം. എന്നാലും ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കെല്ലാ പാട്ടും ഞാൻ കേൾക്കുന്ന ആളെ കൊണ്ട് പ്രണയ സരോവര തീരം, ഈ പാട്ട് ഇന്നൊരു ലൈൻ മൂളിയാലും അടുത്തയാൾ അടുത്ത ലൈൻ മൂളും. അവരുടെ മനസ്സിൽ ഇല്ലെങ്കിൽ 1000 കണ്ണുമായി, 1000 കണ്ണുമായി അതിൻ്റെ ഒരു ലൈൻ നമ്മൾ പാടിയാൽ ഇന്നലെ ഉണ്ടായ കുഞ്ഞു വരെ അത് പാടും, 4ാം തലമുറയെ വരെ അത് പാടും. 1000 കണ്ണുമായി തുടങ്ങിയാൽ മതി, ആ കൊച്ചും പാടും. പൈങ്കിളി മലർത്തേൻകിളി. സിനിമ ചിലപ്പോൾ മറന്നുപോകും, പേരൊക്കെ മറന്നുപോകും, പാട്ടുകൾ മറക്കും. ഇപ്പം നമ്മളിപ്പം രവീന്ദ്രൻ മാഷ് നമ്മളിൽ നിന്ന് പോയി എങ്കിലും അദ്ദേഹത്തിൻ്റെ നല്ല ഗാനങ്ങൾ ഏതെങ്കിലും നമ്മൾ മറക്കുന്നുണ്ടോ? ശ്രീകുമാരൻ തമ്പി എന്ന് പറഞ്ഞ ലെജൻഡ് നമുക്ക് തന്നേക്കുന്ന സംഭാവനകൾ ഞാനെപ്പോഴും പലപ്പോഴും ഓർക്കും. അതായത് സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു. അദ്ദേഹത്തിൻ്റെ ONV സാറും ഇങ്ങനത്തെ ചില മനുഷ്യർ ചെയ്തിട്ട് ഈ പാട്ടിൻ്റെ പ്രത്യേകത തന്നെ അതിനെല്ലാവരും ഇപ്പോൾ ഒരു ചെറിയ തെറ്റിദ്ധാരണയുണ്ട്, മ്യൂസിക് മാത്രമാണ് സംഗീതമൊന്നും. അതല്ല. പലർക്കും മ്യൂസിക് ആര് ചെയ്തെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. മ്യൂസിക്കിനൊപ്പം ലിറിക്കൂടെ വരണം. മ്യൂസിക് നല്ലത് വേണം, എന്നാലേ ജനം ശ്രദ്ധിക്കൂ. ബട്ട് ലിറിക്കൂടെ വേണം. ഇപ്പം നമ്മളിപ്പോൾ ഏറ്റവും നല്ല ഗാനമാണ് എങ്കിൽ പോലും അതിൻ്റെ ലിറിക്കിന് അർത്ഥമില്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അത് ബഹളം വെച്ച് തീരും. കൂടി വന്ന 1 മാസം കൊണ്ട് അത് തീരും. എന്നാൽ ഇന്നും നമ്മൾ മംഗളം നേരുന്നു ഞാൻ എന്ന ഒരു സാധനം എൻ്റെ അപ്പൻ്റെ കാലഘട്ടത്തിൻ്റെ പാട്ടാ. എങ്കിലും എന്നോട് ഇപ്പോൾ ചോദിക്കാമെങ്കിൽ ലിറിക്ക് മുഴുവൻ ഞാൻ കാണാപ്പാടം പറയാം. എന്നോട് ഇപ്പം പറഞ്ഞ് എഴുതിയ ഒരു പാട്ട് ചോദിക്കാമെങ്കിൽ എൻ്റെ മനസ്സിൽ നിൽക്കില്ല. അല്ല, അതാരും മറക്കുന്നില്ല, അതിന്റെ ആ ലിറിക്സ് ആരും മറക്കുന്നില്ല എന്നുള്ളത് അതിന്റെ അർത്ഥവും ഉണ്ട്. അർത്ഥം കൊണ്ടാ. ഇപ്പം ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോഴോ നിന്റെ കൂടെ കരയാൻ നിന്റെ നിഴൽ മാത്രം വരും. നമുക്ക് മ്യൂസിക് സൗഖ്യവും കൂടെയാണ്. ഞാൻ പല പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം എന്നുള്ളൊരു പാട്ട് നമ്മുടെ ബേബി ജോൺ കലൈതാനിയുടെ ആദ്യത്തെ പാട്ടാണ്. സഭയ്ക്ക് വേണ്ടിയിട്ട് കുറേ പാട്ടുകളൊക്കെ ഒത്തിരിയേറെ പാട്ടുകളുണ്ട്. ഞാൻ പറയുന്നത് അപ്പോൾ 91 സങ്കീർത്തനം നമ്മുടെ തന്നെ ഏകദേശം 10 കോടി ജനം കണ്ട പാട്ടാണ്. അത്യുന്നതൻ്റെ മറവിൽ അതെൻ്റെ മോൻ തന്നെ പാടിയേക്കുന്നത്. അതൊക്കെ കേൾക്കുന്നത് ജാതിയോ മതമോ ഒന്നും ഇല്ലെന്നേ, എല്ലാവരും ആ പാട്ട് കേൾക്കും. അവർക്കൊരു ധൈര്യമാണെന്നാണ് പറയുന്നത്. ഒരു അതായത് നമുക്ക് ആരെങ്കിലും ഉണ്ടെന്ന് ഓർക്കുന്ന ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ധൈര്യം. തീർച്ചയായും. അത് ചിലർ മനുഷ്യരോട് സ്നേഹമുള്ളവർ അങ്ങനെ പോകും. പക്ഷേ നല്ലൊരു ഭൂരിഭാഗം ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാ ഭൂരിഭാഗം. അപ്പോൾ അത് യാതൊരു മതമൊന്നുമില്ല, ഒരു ദൈവമുണ്ട് എനിക്ക്. ആ ഓർമ്മയാണ് ഒരു മനുഷ്യനെ ആത്മഹത്യം തിരിക്കുന്നത്, ധൈര്യം. അപ്പോൾ ആ വിശ്വാസമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ കൊടുക്കുന്ന ഒരു സന്ദേശം ഒരു മനുഷ്യനെങ്കിലും ഉപകാരമാകട്ടെ എന്ന് ഓർക്കുമ്പോൾ കോടികൾ ഏറ്റെടുത്ത പാട്ടാണ് 91 സങ്കീർത്തനം. അപ്പോൾ അങ്ങനെ സംഗീതത്തിന് സൗഖ്യം നൽകാനും
സംഗീതത്തിന് സ്നേഹിപ്പിക്കാനും സംഗീതത്തിന് സ്നേഹം നിലനിർത്താനും അതുപോലെ തന്നെ സംഗീതത്തിന് മനസ്സിനെ നവീകരിക്കാനും ഒക്കെ കഴിവുണ്ട്. നമ്മൾ നല്ല 4 പാട്ടും കേട്ടുകൊണ്ടൊരു യാത്ര ചെയ്തേ. നമ്മളിപ്പം ഒരു യാത്രയിൽ തന്നെ നമ്മൾ പാട്ടറിയാവുന്ന എല്ലാവരോടും ഒന്ന് യാത്ര ചെയ്തേ. 4 പേര് ഒന്നിച്ച് യാത്ര ചെയ്താണ്. മ്യൂസിക്കാണ് അവരുടെ ഫീൽഡെന്ന് കൂട്ടിക്കൂ. അവർക്ക് ഇവർ നാട്ടുകാരെ ആരെയും കുറ്റം പറയാനും നേരം കാണിയാലും ഒന്നും കാണിയില്ല. ആ പാട്ടിനെ പറ്റി വ്യാഖ്യാനിച്ച് ഈ പാട്ടിനെ പറ്റി വ്യാഖ്യാനിച്ച് നമ്മൾ വേണമെങ്കിൽ 3 തിരുവനന്തപുരം പോയിട്ട് വന്നാലും ഞാനങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പാട്ടുകാരെല്ലാം കൂടെയുള്ള യാത്രയാണ്. തിരുവനന്തപുരത്ത് എന്ന് കഴിഞ്ഞാൽ അറിയുള്ളൂ ഇത് തിരുവനന്തപുരമായെന്ന് അറിയില്ല. അല്ല, സംഗീതം ഒരു വേറൊരു ലോകത്തേക്ക് നമ്മളെ എത്തിക്കുവാണ് തീർച്ചയായിട്ടും, നമ്മുടെ മനസ്സിനെയും ബുദ്ധിയൊക്കെ. അപ്പം ഞാൻ പറയുന്നത് ഇവിടെ യുവജനങ്ങളിലേക്ക് നമ്മൾ കൊടുക്കേണ്ട സംഗീതം അത് നല്ല അർത്ഥമുള്ളതായിരിക്കണം. അതായത് അതിൻ്റെ ഒരു ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. അന്ന് മംഗളം നേരുന്നു ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ അകത്ത് നെക്സ്റ്റ് വേർഡ് എന്നാണെന്നറിയോ? അലിഞ്ഞു ചേർന്നതിന് ശേഷം എൻ ജീവനെ പിരിഞ്ഞുപോയി നീ എങ്കിലും മംഗളം നേരുന്നു എന്നാണ്. ഇന്ന് ഒരാളെ ഇഷ്ടമല്ല, നീ എന്നോട് ഇഷ്ടമാണോ, നീ എന്നെ കല്യാണം കഴിക്കുമോ, അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരാവോ, നീ എൻ്റെ കൂടെ കൂട്ടുകൂടാവോ എന്ന് ചോദിക്കുമ്പം ഇല്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്ന സെക്കൻഡ് ആസിഡ് എടുത്ത് ഒഴിക്കുന്നിടത്താണ് നിൽക്കുന്നത്. ഈ സംഗീതത്തിനൊക്കെ വലിയ സ്വാധീനമുണ്ട്. അപ്പം നമ്മൾ അന്ന് കൊടുത്തത് തന്നെയായിരുന്നു, നീ എൻ്റെ കൂടെ സ്നേഹിച്ചെങ്കിലും നീ എന്നിൽ നിന്ന് പോയെങ്കിലും നിനക്ക് ഞാൻ മംഗളം നേരുകയാണ്. നീ എവിടെയാണെങ്കിലും നീ നന്നായിട്ടിരിക്കണം. എവിടെയാണെങ്കിൽ ആ പാട്ടൊക്കെ കേട്ടാലേ നമുക്കറിയാം. അപ്പോൾ നമുക്ക് മനുഷ്യനോടുള്ള സ്നേഹത്തെ നന്മയെ ഒക്കെ നിലനിർത്താൻ മ്യൂസിക്കിന് ഭയങ്കര കഴിവുണ്ട്. മ്യൂസിക് പോലെ തന്നെ പടത്തിൻ്റെ ഡയറക്ടറെ പറ്റിയും ഒരു വാക്ക് നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല. നല്ലൊരു ഡയറക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അദ്ദേഹം. ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ പറ്റി ഒരു വാക്ക് സംസാരിക്കാൻ പടത്തിന് പിന്നെ തീർച്ചയായിട്ടും അമൽ കെ ജോബിയാണ്. അത് ഗുമസ്തൻ എന്ന് പറഞ്ഞ നല്ലൊരു സിനിമ സിനിമ ചെയ്ത ആളാണ് അമൽ. അത് കഴിഞ്ഞാണ് നമ്മുടെ പുള്ളിയുടെ ഇപ്പോൾ ഒരു വേറൊരു പടം കൂടെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. എന്താണ് എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് നല്ലൊരു പടമാണ്, നല്ല ഒരു പടമാണെന്ന് നമുക്കറിയാം, നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതും ഇപ്പോൾ ഉടനെ ഫെബ്രുവരിയിലും കണ്ടത് റിലീസാണ്. എതിരെ എന്ന് പറഞ്ഞു അതിൻ്റെ പേര്, എതിരെ. അപ്പോൾ പിന്നെ ഒരു ബ്രൂട്ടൽ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് അദ്ദേഹം തന്നെ എഴുതിയിരിക്കുന്നത്. അതെ, ഇതിൻ്റെ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിൻ്റെയാണ്. പിന്നെ ഞങ്ങളുടെ ഒരു ഡേറ്റിൻ്റെയൊക്കെ ഒരു ക്ലാഷ് നരനായിരുന്നു നമ്മുടെ നായകൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ഡേറ്റൊക്കെ വെച്ച് പെട്ടെന്ന് തന്നെ ഞങ്ങൾ എടുത്ത ഒരു ഷൂട്ടിങ്ങിൻ്റെയൊക്കെ സ്പീഡൊക്കെ അതിനകത്തുണ്ട്. അങ്ങനെ നമ്മൾ ഓടുക ചെയ്ത് കുറേ എനിക്ക് തോന്നുന്നു നല്ല ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ രഞ്ജി പണിക്കർ സാറിൻ്റെ മോൻ അല്ലേ, നല്ലൊരു ക്യാരക്ടർ. അതിൽ എനിക്കൊന്ന് വില്ലൻ ക്യാരക്ടറാണ് ചെറുത് അല്ലേ, എങ്കിലും ആ പയ്യനെ നല്ലവനാക്കി കൊണ്ടുവരുന്ന ലഹരിക്കെതിരായിട്ടുള്ള ഒരു നല്ലൊരു സന്ദേശം കൂടി ഈ പടത്തിൽ വന്നിട്ടുണ്ട്. എനിക്ക് അതുപോലെ തന്നെ തോന്നുന്നു നമ്മുടെ ആനിയുടെ മോൻ ഷാജി കലാൽ സാറിൻ്റെ മോൻ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ കുറേ അഭിനയത്തിന് കുറേ പുതിയ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി പേര് പിള്ളേരെ, എനിക്ക് തോന്നുന്നു 400-ഓളം പിള്ളേർ പല മേഖലയിലായിട്ട് ഇതിനകത്തുണ്ട്. പുതിയ ആൾക്കാരെ അവസരവും കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം. ഈ ഒരു പടത്തിൽ മാഡം ചെയ്തു വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാഡത്തിൻ്റെ പടത്തിന് നല്ല നല്ല അവാർഡുകൾ, ഗാനത്തിനും അതുപോലെ ഡയറക്ടർക്കും ഇത് നിങ്ങളുടെ പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ പേരിലും ഒക്കെ നല്ല അവാർഡുകളൊക്കെ തേടിയെത്തട്ടെ. ഓവർസീസൊക്കെ ഗംഭീരമായിട്ട് ഓടി നല്ല കളക്ഷനൊക്കെ വരട്ടെ. ജനം തിരിച്ചറിഞ്ഞ് ആഘോഷം എന്ന ഈ മൂവി ആഘോഷമാക്കി മാറ്റട്ടെ. അതിൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നല്ല നല്ല അവാർഡുകളൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. മേഘദൂത് ന്യൂസിലേക്ക് വന്നതിന് മാഡത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എനിക്ക് ഇങ്ങനെയൊരു അവസരം തന്ന മേഘദൂതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ആഘോഷം സിനിമ നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണം. അതോടൊപ്പം തന്നെ നല്ല നല്ല കലാസൃഷ്ടികളും നല്ല ആശയങ്ങളും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.